ഹലോ ഇറ്റ്സ് മീ ഹർഷ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഹോൾ വീഡിയോ ആണ് കാണാൻ പോണത്. കുറച്ച് എന്താ പറയുക, ജ്വല്ലറി ഉണ്ട്, അതുപോലെ തന്നെ സ്കിൻ കെയർ, ബോഡി കെയർ, പിന്നെന്താ പെർഫ്യൂംസ്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും നേരം കളയേണ്ട, നേരെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ ഉണ്ടല്ലോ നമുക്ക് ജ്വല്ലറി കാണാം അല്ലേ. എല്ലാവർക്കും ഇഷ്ടമാണ് ജ്വല്ലറി ഇടാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് നല്ല ജ്വല്ലറീസ് വാങ്ങിച്ചിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ആദ്യമേ തന്നെ എനിക്ക് കാണിക്കാനുള്ളത് ഈ ഒരു വളകളാണ്. ഇതാ കണ്ടില്ലേ, ഇത് ഗോൾഡ് പ്ലേറ്റഡ് വളകളാണ്, പക്ഷെ ശരിക്കും സ്വർണ്ണമാണെന്നേ തോന്നുള്ളൂ. അപ്പം കളന്മാരെ പേടിക്കുകയും വേണ്ട, നമുക്ക് ധൈര്യമായിട്ട് ഇടുകയും ചെയ്യാം. നല്ല അടിപൊളി റേറ്റിന് നല്ല അടിപൊളി നമുക്ക് ഈ ഒരു സൂപ്പർബായിട്ടുള്ള ബാംഗിൾസ് കിട്ടുകയും ചെയ്യും. ഈ സ്വർണം ഇങ്ങനെ വില കുതിക്കുന്ന സമയത്ത് ഇങ്ങനത്തെയൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നതാണ് എനിക്ക് ഒന്ന് സേഫും ആൻഡ് ഭംഗിയും. അപ്പം ഇതാണ്, ഇത് 4ന്റെ പീസാണ്, നല്ല ഭംഗിയാണ്. ശരിക്കും ഞാനിത് ഡാൻസിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ അതല്ല, നമുക്ക് നോർമലി ഒരു ഫങ്ഷന് പോകുമ്പോഴോ ഒക്കെ വേണമെങ്കിലും ഇട്ടുകൊണ്ട് പോകാം. ആൻഡ് ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. കളർ ഒട്ടും ഫെയ്ഡായിട്ടില്ല. ഡാൻസ് ഒക്കെ കളിച്ച് വേർത്തിട്ടും ഇതിൻ്റെ കളർ ഒട്ടും ഫെയ്ഡായിട്ടില്ല. അടിപൊളിയായിട്ടുള്ള ബാംഗിൾസ് ആണിത്. പിന്നെ നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ദാ ഈ ഒരു ജ്വല്ലറിയുടെ പീസാണ്. ഇതിങ്ങനെ കോംബോ ആയിട്ടാണ് കിട്ടുന്നത്. ഇത് വലിയ മാലയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിൻ്റെ ചെറിയ മാലയും കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ ചെറിയ മാലയും കിട്ടും. ആൻഡ് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സും കിട്ടും. പക്ഷേ ഇയറിങ്സ് ഞാൻ കൊടുത്തു, അതുകൊണ്ട് കാണിക്കാനായിട്ടില്ല. പക്ഷെ ഈ രണ്ട് കോംബോ ഞാൻ പറഞ്ഞില്ല, ഈ രണ്ട് കോംബോയും ഞാൻ വാങ്ങിച്ചത് ഡാൻസിൻ്റെ പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് 2 മാല പ്ലസ് ഒരു 1 പെയർ ഓഫ് ഇയറിങ്സ് ആണ് കിട്ടുന്നത്. അതും under ₹400. നല്ലൊരു പ്രൈസ് റേഞ്ച് അല്ലേ. ഇതെനിക്ക് ശരിക്കും 361 റുപ്പീസിനാണ് ഈ ഒരു ഫുൾ സെറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഡാൻസിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്ക് നോർമലി ആണെങ്കിൽ ട്രഡീഷണൽ വെയറിൻ്റെ കൂടെയൊക്കെ ഇങ്ങനത്തെ മാല ഇട്ടുകൊണ്ട് പോവുകയാണെങ്കിൽ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഒരു അമ്പലത്തിലൊരു ഉത്സവമുണ്ട്, ഒരു കല്യാണമുണ്ട്, അങ്ങനത്തെ ഒക്കെ ഫങ്ഷൻസിന് ഇട്ടുകൊണ്ട് പോകാനായിട്ടും നല്ലതാണ്. അത്ര ഭയങ്കര ബ്ലിങ്ങി ആയിട്ടുള്ള സംഭവമൊന്നും അല്ല, നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു പീസാണിത്. എനിക്ക് ഒരു ഇയറിങ്സിൻ്റെ പീസാണ് കാണിക്കാനുള്ളത്. ഇങ്ങനെ നമുക്കിവിടെ പേൾസ് ആണ്, ഇവിടെ ഇങ്ങനെ ഗോൾഡ് മെറ്റലിൻ്റെ ഒരു ഡിസൈനാണ്. ആൻഡ് ഇത് ഫാബ്രിക് ആണ് കേട്ടോ. ഇത് ഫാബ്രിക് മെറ്റീരിയലാണ്. ഇത്രയും വലുതായിരിക്കും ഇത്. ആൻഡ് ട്രസ്റ്റ് മീ, ഇത് കാണുന്ന പോലെ അല്ല, ഇട്ട് കഴിയുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. അടിപൊളിയുള്ള നല്ല ഭംഗിയായിട്ടുള്ളൊരു പീസാണിത്. ആൻഡ് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ആൻഡ് ഇതിങ്ങനെ ആടില്ല, ഇങ്ങനെ ആടുന്ന പോലത്തെ കമ്മലല്ല ഇത്. ഇതിങ്ങനെ സ്റ്റഡി ആയിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് ഹെവി ജ്വല്ലറി ഒന്നും ഇടണ്ട, നെക്ക് പീസ് ഒന്നും ഇടണ്ട എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ജസ്റ്റ് ഇയറിങ്സ് മാത്രം ഉണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ മുഖം ഇങ്ങനെ ഭയങ്കരമായിട്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ ഉത്സവത്തിൻ്റെ സമയത്ത് ഞാൻ ഇതൊരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ട്രസ്റ്റ് മീ, ഇത് അടിപൊളിയായിരുന്നു. നല്ല എന്താ പറയുക, നമ്മുടെ കമ്മൽ ഇങ്ങനെ എടുത്ത് കാണിക്കും, അത്ര ഭംഗിയായിട്ടുള്ള ഒരു കമ്മലാണിത്. നെക്സ്റ്റ് എനിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഇയറിങ്സിൻ്റെ പീസാണ് കാണിക്കാനുള്ളത്. ഇതിങ്ങനെ വൈറ്റ് ആൻഡ് പിങ്ക് സ്റ്റോൺ ആണ്, ഫുൾ സ്റ്റോൺ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ ഫുൾ സ്റ്റോണുള്ള ഇയറിങ്സ് ഒക്കെ വാങ്ങിക്കുന്നത്. ഞാനിങ്ങനെ ഫുൾ സ്റ്റോണുള്ള ഇയറിങ്സ് ഒന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ബട്ട് എന്തോ എനിക്ക് ഇപ്രാവശ്യം അങ്ങനത്തെ വാങ്ങിക്കണമെന്ന് തോന്നിയിട്ട് ഞാനിങ്ങനെ വാങ്ങിച്ചതാണ്. ഇതിങ്ങനെ ഹാങ്ങിങ് ആണ്. ആൻഡ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ക്വാളിറ്റിക്ക് അങ്ങനെ വലിയ കോംപ്രമൈസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് പീസ്. എനിക്കൊരു ജുംക്കയുടെ പീസാണ് കാണിക്കാനുള്ളത്. ഐ എം ജസ്റ്റ് ഒബ്സസ്ഡ് വിത്ത് ജുംക്കാസ്. എനിക്ക് എത്ര ജുംക്കാസ് ഉണ്ടായാലും എനിക്ക് മതി. ഐ ഫീൽ ഓരോ ജുംക്കയും സെപ്പറേറ്റ് ആണ്, ബട്ട് ഓരോ ജുംക്കയുടെ ഡിസൈനും എനിക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് തോന്നാറ്. എൻ്റെ വീട്ടിൽ ഇവിടെ അമ്മയൊക്കെ പറയും എത്ര എണ്ണം ഉണ്ട് ഇതുപോലത്തെ. ബട്ട് എന്തോ എനിക്ക് ഓരോ ജുംക്ക കാണുമ്പോഴും എനിക്ക് തോന്നും, അല്ല ഇത് ഡിഫറെൻ്റ് ആണ്.
അങ്ങനത്തെ ഒരു ജുംക്കയുടെ സിമ്പിൾ ഓക്സിഡൈസ്ഡ് സിൽവർ ഓക്സിഡൈസ്ഡ് മെറ്റലിൻ്റെ ജുംക്കയാണ്. വലുതാണ്. ആൻഡ് താഴെ നമുക്ക് ബ്ലാക്ക് ആൻഡ് റെഡ് ബീഡ്സ് ആണ് കൊടുത്തേക്കുന്നത്. റെഗുലർ വിയറിൽ നമുക്ക് ഇടാൻ പറ്റും. അങ്ങനെ പാർട്ടി വെയർ പോലെ തന്നെയല്ല, റെഗുലർ വിയറിലും നമുക്കിത് ഇടാൻ പറ്റും. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഒരു ഇയറിങ്സ് മാറ്റിയിട്ട് ഇപ്പം തന്നെ ഞാൻ ഇതിടാം. അപ്പം കാണാൻ പറ്റുമല്ലോ, ഒട്ടും ഹെവി അല്ല. ആൻഡ് കണ്ടില്ലേ എന്ത് ഭംഗിയാണ്. നമുക്ക് റെഗുലർ നമ്മൾ കോളേജിൽ പോകുന്നു, എവിടെയെങ്കിലും നടക്കാൻ പോകണു, എവിടെയെങ്കിലും ഇറങ്ങണു, പുറത്തോട്ട് ഇറങ്ങണു, ഓഫീസിലൊക്കെ പോകുമ്പോൾ ഒക്കെ ഇടാനായിട്ട് ഭംഗിയാണ് കേട്ടോ. അപ്പം നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് വേറൊരു ഇയറിങ്സ് ആണ്, വേറൊരു ജുംക്കയാണ്. സിമ്പിൾ ഗോൾഡൻ കളർ ജുംക്ക. ഏതൊരു ഔട്ട്ഫിറ്റിൻ്റെ കൂടെയും പോകും. നല്ല എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്റ്റോൺ വെച്ചതും ഒക്കെ ഉണ്ടായിരുന്നു, ഡിസൈനൊക്കെ ഉള്ളതും. പക്ഷേ ഇങ്ങനത്തെ പ്ലെയിൻ ഗോൾഡൻ ഇങ്ങനത്തെ ഹുക്ക് ജുംക്കാസ് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല. അപ്പോൾ അത് കാരണം ഞാനിത് വാങ്ങിച്ചതാണ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് 2 റിങ്സ് ആണ്. ഒരെണ്ണം ഇങ്ങനെ ഓം എന്ന് എഴുതിയിട്ടുണ്ട്, ഒരെണ്ണം ഇങ്ങനെ ഒരു ഗ്രീൻ സ്റ്റോണിൻ്റെ റിങ്ങാണ്. കറക്റ്റ് സൈസാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെയൊക്കെ നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊന്നും കളർ പോണില്ല. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഇതിൻ്റെ കളർ അങ്ങനെ ഫെയ്ഡ് ആവേ ഒന്നും ചെയ്യണില്ല. കയ്യിലിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ, എസ്പെഷ്യലി ഇത്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ബഞ്ച് ഓഫ് ഇയറിങ്സ് ആണ്. ഒരു ബോക്സ് നിറച്ചും എനിക്ക് ജുംക്കാസ് ആണ് വന്നേക്കുന്നത്. ഇത് ഒരുപാട് കളേഴ്സിലുണ്ട്. പെയർ ഓഫ് ജുംക്കാസിൻ്റെ ഒരു ഫുൾ ബോക്സ് ആണ് ഇത് വന്നേക്കുന്നത്. അതിൽ ഞാൻ കാണിച്ചു തരാം. ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഇങ്ങനെ ഇനാമൽ വർക്കും ആൻഡ് ബാക്കിൽ ഇങ്ങനെ ഈ ഒരു മെറ്റൽ വർക്കുമാണ്. അത് ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ഡിസൈൻ കൊടുത്തേക്കണത്. ഫ്രണ്ടിൽ മാത്രമാണ് നമുക്ക് ഡിസൈൻ കൊടുത്തേക്കുന്നത്. താഴെ നമുക്ക് പേൾസ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ആൻഡ് ഇതിൽ കളേഴ്സ് കുറേ ഉണ്ട്. ഇതിപ്പോൾ റെഡ് ആണെങ്കിൽ നമുക്കിത് ഗ്രീൻ, ഇതിപ്പോൾ ഗ്രീൻ കളറാണ്. ദെൻ ബ്ലൂ കളറാണ്, നേവി ബ്ലൂ കളറുണ്ട്. ദെൻ ഒരു നിയോൺ പിങ്ക് കളറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു നിയോൺ ഓറഞ്ച് പോലത്തെ ഒരു കളറും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ നല്ല കാര്യം എന്താ എന്ന് വെച്ചാൽ നമുക്ക് ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ്. ആൻഡ് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും ഏതെങ്കിലുമൊക്കെ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇട്ട് പോകാൻ പറ്റും. ആൻഡ് ഡെയിലി ഇയറിങ്സ് ഒക്കെ ചേഞ്ച് ചെയ്ത് ഇട്ടുകൊണ്ട് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് അടിപൊളി ഒരു ബോക്സാണ്. ഇത് കണ്ടില്ല, ഇങ്ങനത്തെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നല്ല നമുക്ക് ഇത് ഗോൾഡൻ ആണെങ്കിൽ ഞാൻ സിൽവറിൻ്റെ ഒരു ബഞ്ച് ഓഫ് ഇയറിങ്സും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ഗോൾഡൻ എന്തെങ്കിലും വരുന്നതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇതുപോലത്തെ തന്നെ നമുക്ക് സിൽവറിലും വരുന്നുണ്ട്. ജസ്റ്റ് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ ഒരു ബോക്സിൽ സിൽവർ ഇയറിങ്സ് ആണ്. ഈ ജുംക്കാസൊക്കെ ശരിക്കും എല്ലാവരും പല ഇതിലും പലരുടെ കയ്യിലും ഉണ്ടാവാം, ചിലപ്പോൾ പലരും കണ്ടിട്ടും ഉണ്ടാവാം. ഇത് കണ്ടില്ല, കുരുകുരാന്നിരിക്കുന്ന കുറേ ഇയറിങ്സ് ഉണ്ട്. ഇതിപ്പോൾ ഇത് റെഡാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ഉണ്ട്, നമുക്ക് പിങ്ക് ഉണ്ട്, നമുക്ക് യെല്ലോ ഉണ്ട്, ബ്ലൂ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്കൈ ബ്ലൂ ഉണ്ട്. ദെൻ നമുക്ക് ഓറഞ്ച്, വൈറ്റ്, നമുക്ക് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് നമുക്ക് ബ്ലാക്ക് കളറും ഉണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താ എന്ന് വെച്ചാൽ കുഞ്ഞ് ഇയറിങ്സ് ആണ്, വളരെ മിനിമലാണ്. നമുക്ക് റെഗുലർ ബേസിൽ ഇടാൻ പറ്റും. ഇങ്ങനത്തെ ഈ ബോക്സിൽ 12 പെയർ ഓഫ് ഇയറിങ്സ് ഉണ്ട്.
ഞാൻ പറഞ്ഞ മൾട്ടി കളറാണ്. അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് തിരയേണ്ട ആവശ്യമില്ല ഏത് ഇട്ടുകൊണ്ട് പോകണമെന്നുള്ള. ഓഫീസ് വെയർ, കോളേജ് വെയർ, നോർമൽ റെഗുലർ വെയറിനൊക്കെ നമുക്ക് ഈ ഒരു ഇയറിങ്സ് ഇടാൻ പറ്റും. ഏത് ഡ്രസ്സാണോ ആ ഡ്രസ്സിന് മാച്ചിങ് ഇടാം, അല്ലെങ്കിൽ കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാം. മാച്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിടാം. ആൻഡ് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഭയങ്കരമായിട്ട് നോക്കേണ്ട കാര്യമില്ല. ഏത് ഇയറിങ്സ് ഇടും എന്തിൻ്റെ കൂടെയും ജുംക്കാസ് പോകും. അപ്പം ഇങ്ങനത്തെ സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും ഇങ്ങനത്തെ കോംബോ ഇയറിങ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും ഇയറിങ്സ് നോക്കേണ്ട കാര്യമില്ല. ബട്ട് യെസ്, ഇത് ഭയങ്കര പാർട്ടി വെയർ സൈഡൊന്നും അല്ല. ബട്ട് അത് ഗോൾഡൻ ഞാൻ കാണിച്ചത് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാം. പക്ഷെ ഇത് പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റില്ല. ബട്ട് ചെറിയ ചെറിയ ഇയറിങ്സ് ഒക്കെ ഇടുന്നവർക്ക് ഇത് പാർട്ടി വെയർ ആയിട്ടും ഇടാം. ബട്ട് ഞാൻ ഇതൊരിക്കലും ഇങ്ങനെ പാർട്ടി വെയർ ആയിട്ടൊന്നും ഇട്ടുകൊണ്ട് പോയില്ല. ഞാൻ ജസ്റ്റ് നോർമലി ഒക്കെ പോവുകയാണെങ്കിലൊക്കെ മാത്രമേ ഇടുള്ളൂ. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇനി എനിക്ക് വളകളാണ് കാണിക്കാനുള്ളത്. ഞാൻ ആദ്യം ഒരു സെറ്റ് വള കാണിച്ചു. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ള വളകളാണ്. നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ആണെങ്കിലും ഇത് കുറച്ച് ഡിസൈൻ വ്യത്യാസമുണ്ട്. ആൻഡ് കളറും വ്യത്യാസമുണ്ട്. അത് ഗോൾഡൻ ആണെങ്കിൽ ഇത് കുറച്ചൊരു ഡിം ആൻറ്റി ഗോൾഡൻ ഷേപ്പിലാണ്. പക്ഷെ ഇതാ കണ്ടില്ലേ, ഇതും 4ൻ്റെ സെറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു വളയാണ്. നല്ല ഹെവിയാണ് കേട്ടോ. ഇതൊക്കെ നല്ല ഹെവി എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര താങ്ങാൻ പറ്റാത്ത ടൈപ്പ് ഹെവിയൊന്നുമല്ല. ബട്ട് ഇതിൻ്റെ ക്വാളിറ്റിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഭയങ്കര ചീപ്പ് ക്വാളിറ്റി ഒന്നും അല്ല, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വളകളാണിത്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് ബ്ലാക്ക് മെറ്റലിൻ്റെ വളകളാണ്. ഇത് കണ്ടില്ലേ, നല്ല ഇതൊരു ഫുൾ സെറ്റാണ് കേട്ടോ. അപ്പം നമുക്കിത് ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ വേണമെങ്കിലും ഇടാം. അതല്ല സെപ്പറേറ്റ് ആക്കി ഇടണമെന്നുണ്ടെങ്കിൽ എല്ലാം സെപ്പറേറ്റ് വളകളാണ്. കണ്ടില്ലേ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒബ്വിയസ്ലി നോ ഡൗട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിലെ കട പോലത്തെ വളയാണ്. എനിക്ക് അടുത്ത ബാംഗിൾസ് കാണിക്കാനുള്ളത്. അതിൻ്റെ ബോക്സ് ഒക്കെ പോയി, പക്ഷെ ഞാൻ എന്നാലും കാണിച്ചു തരാം. ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇങ്ങനത്തെ പ്ലാസ്റ്റിക് ബാംഗിൾസ് ആണ്. കണ്ടില്ലേ, ഇതാ ഇത് 9 ഷെയ്ഡ്സിലുണ്ട്. ഇതിപ്പോൾ വൈറ്റ്, ഓറഞ്ച്, നമ്മുടെ കയ്യിൽ ഇതാ റെഡ് കളറുണ്ട്, റെഡ് അല്ല മെറൂൺ കളറുണ്ട്. എല്ലാം 4 എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അടിപൊളി ഒരു യെല്ലോ കളറുണ്ട്, പിങ്ക് കളറുണ്ട്, പിന്നെ നമുക്കിത് അതാ ഈ ഒരു ഇൻഡിഗോ ബ്ലൂ കളർ ആൻഡ് ഈ ഒരു പിങ്ക് റാണി പിങ്ക് കളറുണ്ട്. ഗ്രീൻ കളർ നമുക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ബ്ലാക്ക് കളർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് പേർപ്പിൾ കളറും ഇതിൽ വരുന്നുണ്ട്. എല്ലാം 4ൻ്റെ ഇങ്ങനെ പീസാണ്. അതുപോലെ 9 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ആണ്, നല്ല ക്വാളിറ്റി ആണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഒടിഞ്ഞു പോയാൽ പൊട്ടിപ്പോയി അങ്ങനത്തെ പ്ലാസ്റ്റിക് ഒന്നും അല്ല, നല്ലതാണ്, പ്ലെയിൻ ആണ്. അപ്പം റെഗുലർ ബേസിസിലൊക്കെ ഇടാനായിട്ട് നല്ലതാണ്. ഇപ്പം നമ്മളൊക്കെ റെഗുലർ ബേസിസിലൊക്കെ വളയിടാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പോകണം, ഒരുപാട് ഇടണ്ട. ഒരു കുർത്തയുടെ കൂടെയൊക്കെ നമുക്ക് എപ്പോഴും ഒരുപാട് ഇങ്ങനെ ഹെവി ആയിട്ടുള്ളത് ഇടാനൊന്നും തോന്നിയൊന്നുമില്ലല്ലോ. അപ്പോൾ 1-2 വളയൊക്കെ ഇട്ടിട്ട് പോകാനായിട്ട് നല്ല ഭംഗിയല്ല. അപ്പം ഞാൻ ശരിക്കും അങ്ങനെയാണ് ചെയ്യാറ്. ഏതാണോ നമ്മൾ ഡ്രസ്സ് ഇട്ടേക്കുന്നത് അതിൻ്റെ മാച്ചിങ് ആയിട്ടുള്ള 2 വള എടുത്തിടും കയ്യിൽ. എനിക്ക് അങ്ങനെയൊക്കെയാണ് ഇഷ്ടം. അപ്പം അങ്ങനത്തെയൊക്കെ മാച്ചിങ് വളകളൊക്കെ ഇട്ടുകൊണ്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു കോംബോ വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി എനിക്ക് 2 പെർഫ്യൂംസ് ആണ് കാണിക്കാൻ പോണത്. ഇനി ഞാൻ 2 പെർഫ്യൂംസ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് 2 ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ബ്രിട്ടീഷ് ആക്സന്റ് ലണ്ടൻ്റെ, ഒന്ന് കാനിയോൺ, ഒന്ന് റെയിൻ ഫോറസ്റ്റ്. ഇതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് റെയിൻ ഫോറസ്റ്റ് ആണ്. ഇങ്ങനത്തെ ഗ്ലാസ് ബോട്ടിലാണ് വരുന്നത്. ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ റെയിൻ ഫോറസ്റ്റ് നല്ല ഒരു മടി ഒരു ഫ്രേഗ്രൻസ് ആണ്. ആൻഡ് ഈ കാനിയോൺ കുറച്ച് വുഡി ഫ്രൂട്ടി ടൈപ്പ് ഫ്രേഗ്രൻസ് ആണ്. പക്ഷേ എനിക്ക് ഇതാണ് റെയിൻ ഫോറസ്റ്റ് ആണ് ഇഷ്ടപ്പെട്ടത്. ആൻഡ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇത് 2ഉം കോംബോ ആയിട്ടാണ് കിട്ടുന്നത്. റെയിൻ ഫോറസ്റ്റ് ആണ് കുറച്ചും കൂടി ലോങ് ലാസ്റ്റിംഗ്, നല്ല മണമാണ്, നല്ല ഫ്രേഗ്രൻസ് ആണ്. ഭയങ്കരമായിട്ട് നമുക്ക് സ്മെല്ലടിച്ചിട്ട് തലയ്ക്ക് വേദന എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ പറ്റിയതാണ്. കാരണം ലൈറ്റ് ഫ്രേഗ്രൻസ് ആണ്, ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. നെക്സ്റ്റ് എനിക്ക് അത്തർ ഇടാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്
കോംബോ പാക്കായിട്ട് ഞാൻ വാങ്ങിച്ചേക്കുന്ന ഇത്ര ബോക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു കോംബോ ആണ്. ഈ കോംബോയിൽ ഇങ്ങനെ 2 ബോക്സ് കിട്ടും. ഈ 2 ബോക്സിൽ നമുക്ക് ഇങ്ങനെ ഇത്ര കിട്ടും. ഇതിൽ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ കേവട, മജ്ജൂം, ജന്നത്തുൽ ഫിർദൗസ് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് ആണ്. ഗുലാബ് ഉണ്ട്, മോഗ്ര, സാൻഡലിയ, ചന്ദൻ. അങ്ങനെ ഈ ബോക്സിൽ ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സിലും സെയിം നമുക്ക് 6 കിട്ടുന്നുണ്ട്. 12ന്റെ സെറ്റാണ്. ഇതിൽ നമുക്ക് കസ്തൂരി, ഊതുണ്ട്, കേസറുണ്ട്, മാഗ്നറ്റ് ഉണ്ട്, പിന്നെ CR7 ഉണ്ട്. അങ്ങനെ എല്ലാം നല്ല ഫ്രേഗ്രൻസ് ഉള്ള ഇതിൻ്റെ ബോക്സിൽ തന്നെ നല്ല, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഫ്രേഗ്രൻസ് ആവും കേട്ടോ റൂമിലൊക്കെ. അത് നല്ല ഫ്രേഗ്രൻസ് ഉണ്ട്. നല്ല സെപ്പറേറ്റ് ഫ്രേഗ്രൻസ് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇത്ര ബോക്സാണ് അടുത്തത്. നെക്സ്റ്റും ഞാൻ അത്തറിൻ്റെ തന്നെ ഒരു കോംബോയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതല്ലേ, ഇതും 12 ഉണ്ട്. ഇതിലും അത്തറുണ്ട്, ഫുൾവാടി ഉണ്ട്, കച്ചി ചമേലി, എല്ലാം ഹിന്ദിയിലാണ് കേട്ടോ എഴുതിയേക്കുന്നത്. കച്ചി ചമേലി ഉണ്ട്. ഇതിലും ജന്നത്തുൽ ഫിർദൗസ് ഉണ്ട്, കാലാഭൂത്, രാത് കി റാണി, അത്തർ, മറ്റേ നമ്മുടെ ജാസ്മിൻ്റെ അത്തർ, കസ്തൂരി മസ്ക് ഉണ്ട്, പിന്നെ നമ്മുടെ റോസിൻ്റെ ഉണ്ട്. അപ്പം ഇതൊക്കെ കുഞ്ഞു ബോക്സസ് ആയിട്ടാണ്. അതായത് ഇങ്ങനെ നമുക്കൊരു ഫുൾ പാക്കറ്റായിട്ടാണ് കിട്ടുന്നത്. ഗിഫ്റ്റ് ചെയ്യാനൊക്കെ ശരിക്കും ഇതുണ്ടല്ലോ, ശരിക്കും ഇങ്ങനത്തെ ഈ ബോക്സൊക്കെ ഉണ്ടല്ലോ, ഈ അത്തർ ബോക്സൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഗിഫ്റ്റിംഗ് പേർപ്പസിന് വേണ്ടിയിട്ട് നല്ലതാണ് ഇങ്ങനത്തെ ഈ ഒരു കോംബോ ഐറ്റംസ്. അത്ര ആയാലും പെർഫ്യൂംസ് ഒക്കെ ആയാലും ഗിഫ്റ്റിംഗ് പേർപ്പസിന് നല്ലതാണ്. നല്ല ഫ്രേഗ്രൻസ് ആണ്. നെക്സ്റ്റ് എനിക്ക് കാണിക്കാനുള്ളത് സ്കിൻ കെയർ ആണ്. വിഷ് കെയറിൻ്റെ ഒരു കോംബോ ഐറ്റമാണിത്. ഇത് AHA BHA ബോഡി ലോഷൻ ആൻഡ് സൺസ്ക്രീൻ ബോഡി ലോഷൻ ആണ്. ഇത് 10% AHA ആൻഡ് 1% സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ്, ഗ്രേപ്പ് ഫ്രൂട്ട് ആൻഡ് ബ്ലൂബെറി ഉണ്ട്. ഇത് നല്ല ഒരു ബോഡി ലോഷനാണ്. കാരണം ഇത് ഭയങ്കരമായിട്ട് നമുക്ക് ഈ ഹെയർ റിമൂവലൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സ്ട്രോബെറി ലെഗ്സ്, ബംപി സ്കിന്നൊക്കെ വരില്ലേ, അതിനൊക്കെ ഭയങ്കരമായിട്ട് അതിനൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ബോഡി ലോഷനാണ്. ആൻഡ് നല്ല സൂതിങ് ആണ്, നല്ല സോഫ്റ്റ് ആക്കും. ആൻഡ് ഈ സൺസ്ക്രീനിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഇത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ പ്രിവെൻറ്റ് ചെയ്യാനും ആയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിൽ നിയാസിനമൈഡ്, സെറമൈഡ്, കാൽസ്യം ആൻഡ് റാസ്ബെറി ഉണ്ട്. SPF 50 PA 3+ ആണുള്ളത്. എല്ലാ ദിവസവും നമുക്ക് നമ്മുടെ ബോഡി സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമ്മുടെ ബോഡിയിലെ സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ബ്രാൻഡാണിത്. ബോഡി വൈസിൻ്റെ ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഒരു ബോഡി ലോഷനുണ്ട് ഈ ഒരു AHA BHA. ഇത് ശരിക്കും നമ്മുടെ ടാൻ റിമൂവലിന് വേണ്ടിയിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് ഇതിൽ ഇവർ മെൻഷൻ ചെയ്യേണ്ടത് സ്പെഷ്യലി നിങ്ങളിത് നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യാനായിട്ട്. ഈ ഒരു ബോഡി ലോഷൻ നൈറ്റ് ടൈമിൽ യൂസ് ചെയ്യുന്ന ബോഡി ലോഷനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ രാവിലെ ഇവർ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നോക്കിയോളൂ, വാങ്ങിച്ചോളൂ. അടിപൊളി ഒരു പ്രോഡക്റ്റാണിത്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഹോൾ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ജ്വല്ലറി ഉണ്ടായിരുന്നു, സ്കിൻ കെയർ ഉണ്ടായിരുന്നു, പെർഫ്യൂംസ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാത്തിൻ്റെ ലിങ്ക്സ് ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. ആൻഡ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്. അതിൽ ഞാൻ റെഗുലർലി കണ്ടൻറ്റ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.